ഈ അൽക്കസാറിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ആൻഡ് ദിസ് ഇസ് ടിക്കറ്റ്. അതെ, ടൊളേദോയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആർമി മ്യൂസിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രവേശന ഫീസ് എന്ന് പറഞ്ഞാൽ 5 യൂറോ ആണെങ്കിലും ടൂറിസ്റ്റുകാർക്ക് മാത്രമാണ് ഈ ഒരു ഫീസ് ഈടാക്കുന്നത്. നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസിഡൻസിന് ഫ്രീ ആയിട്ട് മ്യൂസിയം കാണാനായിട്ടൊക്കെ പറ്റും. സ്പെയിനിലെ ടൊളേദോയിലുള്ള സൈനിക മ്യൂസിയമാണ് ഈ ആർമി മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിന് സ്പാനിഷില് മ്യൂസിയോ ദെൽ എഹർസിത്തോ എന്ന് പറയും. സ്പാനിഷ് സൈന്യത്തിന്റെ ചരിത്രത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സ്പെയിനിലെ ദേശീയ മ്യൂസിയങ്ങളിലൊന്നാണ് ഈ ഒരു മ്യൂസിയം. ഇത് ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. സൈനിക മ്യൂസിയത്തിന്റെ പേരിൽ ഈ കാണുന്നതെല്ലാം സൈന്യം ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അവർ പണ്ട് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാള്, പരിച എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പണ്ട് മാൻഡ്രിഡിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പക്ഷെ 2010 കൂടി ആയപ്പോഴേക്കും ടൊളേദോയിൽ ഈ ഒരു മ്യൂസിയം തുറക്കാനിടവന്നു. സൂക്ഷിച്ചു നോക്കിക്കേ, ഈ ഒരു കയറ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? പ്രതിരോധത്തിനായിട്ട് ഈ കല്ലിൽ കയറ് കെട്ടി എറിയുന്നതും മറ്റൊരു സവിശേഷതയായിരുന്നു. ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തന്നെ അൽക്കസർ കോട്ടയിലാണ്. ടൊളേദോയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അൽക്കസർ കോട്ട ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചതാണ്. ഇതിന്റെ വിപുലീകരണം തുടങ്ങി കഴിഞ്ഞപ്പോൾ ആർമി മ്യൂസിയം ഇവിടേക്ക് ആക്കി മാറ്റി. പണ്ടത്തെ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന വലിയ വലിയ പടച്ചട്ടകൾ കണ്ടോ? ഇത്ര അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് നോക്കി നിന്നതെന്ന് അറിയാമോ? ഇത്രയും ഭാരമുള്ള ഇരുമ്പിന്റെ പടച്ചട്ടകൾ ഇട്ടിട്ടാണ് ഇവർ യുദ്ധത്തിന് പോയിരുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് യുദ്ധം നടന്നതെന്നുള്ളതിന്റെ തെളിവിനായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. എല്ലാ ആനിമേഷൻ വീഡിയോസ് ആണെങ്കിലും കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. കള്ളന്മാരൊക്കെ വരുമ്പോ ഇതിനുള്ളിൽ അകപ്പെട്ടിട്ട് രാത്രിയൊക്കെ ആകുമ്പോ പെട്ടെന്ന് അകപ്പെട്ട് അവിടെ ഇരിക്കാനായിട്ട് കേട്ടു. അങ്ങനെ ഒരുപാട് കിളികൂടി ഉണ്ട്. ആയുധങ്ങളുടെ ശേഖരമാണ്. എന്തോരം ആയുധങ്ങളാണ്. ഈ വാളിന് മോശം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഇതിന്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ഉള്ളപ്പോ ഈ കോട്ടകളൊക്കെ ഉണ്ടോ? ഈ കല്ലില് പണ്ടത്തെ വരകളും കൊത്തുപണികളും ഉണ്ട്. പണ്ട് പട്ടാളക്കാരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരുന്ന നിരകളാണ് ഈ കാണുന്നത്. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് സ്വിച്ചുകളും വെച്ചിട്ടുണ്ട്. 1ാമത്തെ നിര, 2ാമത്തെ നിര, 3ാമത്തെ നിര, 4ാമത്തെ നിര, 5ാമത്തെ നിര, 6ാമത്തെ നിര. 6ാമത്തെ നിരയിൽ എത്തുമ്പോഴേക്കും 5ഉം 6ഉം കൂടി ഒരുമിച്ച് ചെയ്യും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ശേഖരമാണ് ഈ കാണുന്നതെല്ലാം. കല്ല് മുതൽ വാള് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഉപകാരപ്രദമായി തന്നെ പറയാം. ഒരുപാട് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ശാസ്ത്രം വളർന്നതോടുകൂടി നമുക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബോംബ് ഉള്ളതുപോലെ തന്നെ ഒരുപാട് ട്രാപ്പുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം. മ്യൂസിയത്തിന്റെ ഉള്ളും ആയുധശേഖരവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാണ്. ഇത് കണ്ടില്ലേ, അവിടെ നിൽക്കുന്ന ഒരു അപ്പൂപ്പൻ, ഒരു ക്രിസ്മസ് പപ്പാനി പോലത്തെ സംഭവം. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി സ്കാൻ ചെയ്തിട്ട് അവിടെ ഞങ്ങളുടെ ഫോട്ടോ ആ ഡിസ്പ്ലേയിൽ വന്ന രീതിയിലാക്കാൻ പോവാണ്. സ്കാൻ ചെയ്യുകയാണ്. ഞങ്ങക്ക് ഇവിടെ ഞങ്ങളുടെ വീഡിയോ വന്നു. ആദ്യം നമ്മള് ഞങ്ങളുടെ ഫോട്ടോ ഇതിൽ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമായി. എനിക്ക് വയ്യ, ഫ്രീ ആയിട്ട് ഫോട്ടോ ഒക്കെ കിട്ടി. നമ്മുടെ ഫോട്ടോ. ടൂറിസ്റ്റുകാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നീട് മുന്നോട്ട് നടന്നപ്പോഴാണ് വാദ്യോപകരണങ്ങളുടെ ശേഖരം കണ്ടത്. ഒരുപാട് തരത്തിലുള്ള വാദ്യോപകരണങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പണ്ടത്തെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിന് അവർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ആഡംബര വിവാഹങ്ങൾക്ക് ഇന്നത്തെ ആളുകൾ ഇടുന്ന ലക്ഷ്വറീസ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് പണ്ട് വാദ്യോപകരണങ്ങൾ വായിക്കാനായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ ഓരോ വാദ്യോപകരണങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോഴും അതിന് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് മൊബൈലിൽ സ്കാൻ ചെയ്യാനും സാധിക്കും. മൊബൈലിൽ സ്കാൻ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായിരുന്നു, ഇതിന്റെ ശബ്ദം എന്നൊക്കെ ഉള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങൾ പലതും മൊബൈലിൽ സ്കാൻ ചെയ്ത് കേട്ട് നോക്കി. വളരെ മനോഹരമായിട്ടുള്ള മ്യൂസിക് തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. ഈ ഒരു ഭാഗത്ത് വാദ്യോപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1803 മാൻഡ്രിഡിലെ പാലസിയോ ദി മൊണ്ടേയോൺ എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിൽ ഈ രാജകീയ സൈനിക മ്യൂസിയം സ്ഥാപിതമായത്. പക്ഷേ ഫ്രഞ്ചുകാർ സ്പെയിനിനെ ആക്രമിച്ച സമയത്ത് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഇവരെടുത്തുകൊണ്ട് പോയി. പിന്നെ ആ ഒരു സൈനിക മ്യൂസിയം രണ്ടായിട്ട് വിഭാഗിച്ചിട്ട് ഒരെണ്ണം മാൻഡ്രിഡിലേക്കും ഒരെണ്ണം ടൊളേദോയിലേക്കും ആക്കി മാറ്റിയതാണ്. ടൊളേദോയിലേക്ക് ആക്കി മാറ്റിയതാണ് ഈ അൽക്കസാറിന്റെ കൂടെ പ്രവർത്തിച്ചു പോരുന്നത്. വാദ്യോപകരണങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു തീരുന്നതിന്റെ എൻഡിങ്ങിലായിട്ട് ഇതുപോലുള്ള ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രധാരണ രീതി എല്ലാം സൂചിപ്പിക്കുന്ന ഒരു വലിയ ക്ലിപ്പ്. കുറച്ചു നേരം അത് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പണ്ടത്തെ സൈനികര് ഉപയോഗിച്ചിരുന്ന ജീപ്പുകളും കാറുകളും അവരുടെ പീരങ്കികളെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലം. വളരെ കൗതുകത്തോടു കൂടി ഞങ്ങളിത് നോക്കി നിന്നുവെങ്കിലും പണ്ട് ജനിക്കാഞ്ഞത് ഭാഗ്യം എന്ന് മാത്രമേ കരുതുന്നു. കാരണം അന്നെങ്ങാനും ജനിച്ചിരുന്നെങ്കിൽ യുദ്ധവും കോലാഹലങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം പാഴായി പോയാൽ. എസ്കലേറ്റർ കയറി മുകളിലെത്തി കഴിഞ്ഞപ്പോ ഈ ഒരു അൽക്കസാറിനെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു തൂണ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം മൊത്തത്തിൽ പോയൊരു സംഭവമാണ്. അതിന് പണ്ടുണ്ടായിരുന്ന രീതിയിൽ
പുനർനിർമ്മിച്ച് മോടി ഒട്ടും കൂട്ടാതെ പണ്ട് എങ്ങനെയായിരുന്നു അൽക്കസാർ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാക്കി മാറ്റിയതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ഫ്രഞ്ചുകാർ ഈ മ്യൂസിയം കൊള്ളയടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ശേഖരങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇത് തുറന്നിട്ടിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. ഇതിലാണ് അൽക്കസാറിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമുള്ളത്. അൽക്കസാറും അതിന്റെ ചുറ്റുമതിലും കാണിക്കുന്ന മിനിയേച്ചർ മൂർച്ചയേറിയ വാളുകളുടെ ശേഖരം എല്ലാം കാണാമെങ്കിലും ഇതെല്ലാം ചില്ലുകൊട്ടാരത്തിന്റെ ഉള്ളിൽ ഭദ്രമാണ്. ഇതിപ്പോ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ബിൽഡിംഗ് കണ്ടിട്ടില്ല. നമ്മൾ കയറി ഉടനെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന മാപ്പ് പരിശോധിച്ചപ്പോൾ തന്നെ ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ പലതും പണി നടക്കുന്നതിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുകയാണ്. ചെറിയൊരു പള്ളി പോലെ തോന്നിക്കുമെങ്കിലും നമ്മൾ നടന്ന് എത്തിയത് യേശുവിന്റെ ജനനവും മരണവും പീഡാനുഭവവും എല്ലാം സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ഉൾപ്പെട്ട അൽക്കസാറിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സ്ഥലം എനിക്ക് തോന്നിയത്. പട്ടുമെത്ത പോലെ വിരിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം. യേശു മുൾക്കിരീടം അണിഞ്ഞ് വളരെ വേദനാജനകമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ കലാകാരന്മാർ വരച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഈ സൃഷ്ടിക്ക് മുമ്പിൽ ശരിക്കും മുൾക്കിരീടം നമ്മുടെ തലയിലാണോ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോകും. അത്രയും വേദനാജനകമായിട്ടാണ് അതിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വിവിധ രൂപങ്ങളില് വിവിധ ഭാവങ്ങളില് എല്ലാം യേശു കുരിശിൽ തറച്ചു കിടക്കുന്ന രൂപങ്ങളെല്ലാം നമ്മൾ ഇവിടെ കണ്ടു. പ്രതീക്ഷിക്കാത്ത യേശുവിന്റെ ചിത്രങ്ങളും പ്രതിമകളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ കണ്ണു നിറഞ്ഞു പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഒരു മുറിക്കുള്ളിൽ തന്നെ മറ്റൊരു കൂടാരമുണ്ട്. അതിന്റെ ഉള്ളിലോട്ട് കടന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും അന്തിച്ചു പോകും. യേശുവിനെ കല്ലറയിൽ കിടത്തിയിരിക്കുന്ന രൂപമാണ്. ചെറിയ ലൈറ്റുകളെല്ലാം വെച്ചിട്ടാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്. ശരിക്കും ജീവനുള്ളൊരു മനുഷ്യൻ കിടക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. അൽക്കസാറിലെ ഈ ഒരു ഭാഗത്തെ വളരെ വേദനാജനകമായിട്ടുള്ള ഭാഗം എന്ന് മാത്രമാണ് എനിക്ക് വിളിക്കാൻ കഴിയുക. തന്റെ മകൻ തന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ക്രൂശിക്കപ്പെടുന്നത് കാണുന്ന ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ. ഇതെല്ലാം പലതരത്തിലുള്ള ചിത്രങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഈ മുറിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ മുറി വിട്ട് പുറത്തിറങ്ങി മറ്റൊരു മുറിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ പ്രത്യാശ തരുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. മരണത്തിനപ്പുറം എന്തെല്ലാം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ചിത്രങ്ങളിലൂടെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. യേശു മരിച്ചു കഴിഞ്ഞു, ഉയർത്തെഴുന്നേറ്റു. ഇനി പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. പ്രത്യാശയിലാണ് മനുഷ്യജീവിതം ഉള്ളത് എന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. മരണത്തിനപ്പുറത്തും നമുക്ക് പ്രത്യാശിക്കാനായിട്ട് വകുപ്പുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മുറിയാണിത്. മരണം കൊണ്ട് ഒന്നും അവസാനിക്കുകയല്ല ചെയ്യുന്നത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രാക്ടീസ് മാത്രമാണ്. മറ്റൊരു ലോകത്തേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഒരു പ്രാക്ടീസ്. മരിച്ചു കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ഈ ശരീരം ഇല്ലാതാകുന്നുവെങ്കിലും മരണം കൊണ്ട് പുതിയൊരു ശരീരത്തിന് ഉടമകളാകുകയാണ് ചെയ്യുന്നത്. തെളിയിക്കുന്ന പേപ്പർ കട്ടിങ്സും ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ ശാസ്ത്രജ്ഞന്മാർ കൊടുത്തിരിക്കുന്നത്. മരണത്തിനപ്പുറവും ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുണ്ട്. പ്രായഭേദമന്യേ ആർക്കും എപ്പോഴും മരണം സംഭവിക്കാം. പക്ഷെ മരിച്ചു എന്നോർത്ത് ഒന്നുമില്ലാതാകുന്നില്ല. നമ്മൾ മറ്റൊരു ലോകത്ത് പുതിയ സൃഷ്ടിയായിട്ട് പുനർജീവിക്കുന്നു എന്ന് മാത്രം. ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം തീർന്നുവെങ്കിലും മറ്റൊരു ലോകത്തേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നു എന്ന് മാത്രം. ഒരു യാത്രയുടെ തുടക്കം അതാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. ആർമി മ്യൂസിയം മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മ്യൂസിയത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിന്റെ പേരിൽ മ്യൂസിയത്തിന്റെ പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം കാണാനുള്ളത് ഉണ്ടായിരുന്നു ഈ മ്യൂസിയത്തിൽ. പക്ഷെ ഒന്നും ഓപ്പൺ അല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ അവിടേക്കൊന്നും പോവാത്തത്. എന്തായാലും അൽക്കസാറിന്റെ ഭാഗമായിട്ടുള്ള ആർമി മ്യൂസിയത്തിന്റെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.